Hi all. ഈ വീഡിയോയിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂഷ്വലി രണ്ട് രീതിയിലാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ഫിഗർ തരും, ആക്സസും അതിൽ തന്നെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ഗിവൺ ആക്സസ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഫിഗർ അല്ലെങ്കിൽ ഷെയ്ഡ് ഏരിയ മാത്രം തരും, ആക്സസ് ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയും ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സസ് ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ് പ്രോബ്ലം ചോദിക്കാറുള്ളത്. രണ്ട് രീതിയിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഓരോ ബേസിക് ഫിഗറിൻ്റെയും സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊന്ന് റിവൈസ് ചെയ്തിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ആദ്യത്തേത് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിന്റെ സെൻട്രോയിഡ് മിഡ് പോയിന്റിലായിരിക്കും. സോ ഈ സൈഡിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ദൂരം ബേസ് ബൈ 2 ആയിരിക്കും, b ബൈ 2 ആയിരിക്കും. അതുപോലെ ബേസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഈ ദൂരം d ബൈ 2 ആയിരിക്കും. സോ ഇതാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡിലൂടെ ഉള്ള ആക്സിസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ്. സോ ഈ ആക്സിസ്, ദിസ് ഇസ് വൺ ഓഫ് ദ സെൻട്രോയിഡൽ ആക്സിസ്. സോ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് bd³ ബൈ 12. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ളത് db³ ബൈ 12. അത് ഓർത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്ലൂ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന സൈഡാണ് ആദ്യം എഴുതേണ്ടത്. ഇൻറ്റു മറ്റേതിന്റെ ക്യൂബ് ബൈ 12. അങ്ങനെയാണ് എല്ലാ ഫോർമുലയിലും വരുന്നത്. ആദ്യം വരുന്ന ടേം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന സൈഡ് തന്നെ ആയിരിക്കും. സോ വേറൊരു കേസാണ് സൈഡിൽ കൂടെ, ഏതെങ്കിലും ഒരു സൈഡിലൂടെയാണ് ആക്സിസ് എങ്കിൽ ഡിനോമിനേറ്ററിൽ 3 വരും. അതാണ് വ്യത്യാസം. സെൻട്രോയിഡൽ ആക്സിസിന്റെ മാത്രം അറിഞ്ഞാലും മതി, ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. നെക്സ്റ്റ് ഫിഗർ ഇസ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൽ സെൻട്രോയിഡ് വരുന്നത് ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസ് മാറിയാണ് സെൻട്രോയിഡ് വരുന്നത്. ഈ ഡോട്ട് കണ്ടോ, ഇതാണ് ഇതിന്റെ സെൻട്രോയിഡ്. അപ്പം സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂ bh³ ബൈ 36 ആണ്. പക്ഷേ ഈ bh³ ബൈ 36 അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സൈഡ് വേണം. b എന്ന് പറഞ്ഞ ഈ സൈഡില്ലേ, ഈ സൈഡ് ഈ ആക്സിസിന് പാരലൽ അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് bh³ ബൈ 36 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആക്സിസ് ട്രയാങ്കിളിന്റെ ബേസിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ bh³ ബൈ 12 അപ്ലൈ ചെയ്യാം. ഈ ഫിഗറിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് സർക്കിള്. സെൻട്രോയിഡ് നടുക്കാണെന്ന് നമുക്കറിയാം. സോ ഈ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിരിക്കും. ഏത് സെൻട്രോയിഡൽ ആക്സിസ് എടുത്താലും വാല്യൂ വിൽ ബി πd⁴ ബൈ 64. ഇനി ഒരു റിംഗ് ആണെങ്കിൽ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ഉണ്ടാവും. അപ്പം ഇക്വേഷൻ π ഇൻറ്റു d⁴ ബൈ d⁴ മൈനസ് d⁴, അതായത് ഔട്ടർ ⁴ മൈനസ് ഇന്നർ ⁴, ഇങ്ങനെ ഫോർമുല ചേഞ്ച് ആവും. അടുത്തത് സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ കേസിൽ CG വരുന്നത് സ്ട്രെയിറ്റ് സൈഡിൽ നിന്നും 4r/3π ഉള്ളിലേക്ക് കയറിയിട്ടാണ്. സോ ഈ ചെറിയ ദൂരം 4r/3π ആണ്. സോ ഇതാണ് അതിന്റെ സെൻട്രോയിഡ്. അപ്പൊ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പോൾ രണ്ട് സെൻട്രോയിഡൽ ആക്സിസ് വരും. ഒരു സെൻട്രോയിഡൽ ആക്സിസ് സ്ട്രെയിറ്റ് സൈഡിന് പാരലൽ ആയിട്ട് വരും, മറ്റേ സെൻട്രോയിഡൽ ആക്സിസ് സ്ട്രെയിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടും വരും. നമ്മുടെ സെമി സർക്കിളിന്റെ സ്ട്രെയിറ്റ് സൈഡിന് പാരലൽ ആയിട്ട് വരുന്ന സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂ 0.11r⁴ ആണ്. ഈ സ്ട്രെയിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂ πd⁴ ബൈ 128 ആണ്. അതുപോലെ സ്ട്രെയിറ്റ് സൈഡിലൂടെയാണ് ആക്സിസ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂ πd⁴ ബൈ 128 ആണ്. ഇനി വരുന്നത് ക്വാർട്ടർ സർക്കിൾ. അതിന്റെയും CG സ്ട്രെയിറ്റ് സൈഡിൽ നിന്ന്, രണ്ട് സ്ട്രെയിറ്റ് സൈഡിൽ ഉണ്ട് ക്വാർട്ടർ സർക്കിളിന്. സ്ട്രെയിറ്റ് സൈഡിൽ നിന്ന് 4r/3π ഉള്ളിലാണ്. ഈ സൈഡിൽ നിന്നും 4r/3π ഉള്ളിലാണ്. സോ ഇത് രണ്ടുമാണ് സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂ 0.055r⁴ ആണ്. ഈ വാല്യൂവിന്റെ ഹാഫ് ആയിട്ട് വരും. ഇനി ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല എങ്കിലും ആക്സിസ് സ്ട്രെയിറ്റ് സൈഡിലൂടെ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. ഈ സ്ട്രെയിറ്റ് സൈഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂ πd⁴ ബൈ 256 ആയിരിക്കും. സ്ലൈഡിൽ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അതാണ് വാല്യൂ. ഓക്കെ, ഇതാണ് ബേസിക് ഫിഗേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. Determine the moment of inertia of the shaded region about the centroidal axis എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതാണ് ഗിവൺ ഫിഗർ.
ഇത് ക്വസ്റ്റ്യൻ ഫിഗർ അല്ല, ഇത് ആൻസറിന് വേണ്ടി ഞാൻ വരച്ച ഫിഗർ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നിരിക്കുന്ന ഫിഗർ. കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ ഷെയ്ഡഡ് ഏരിയ തന്നിട്ടുണ്ട്, പക്ഷേ ആക്സിസ് മാർക്ക് ചെയ്തിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇഫ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് കൺസിഡർ ചെയ്യരുത്. കാരണം സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സെൻട്രോയിഡ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിലൂടെ ആക്സിസ് മാർക്ക് ചെയ്തിട്ട് വേണം മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഇതാണ് ഫിഗർ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ റെഫറൻസ് ആക്സിസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. റെഫറൻസ് ആക്സിസ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. അപ്പൊ റെഫറൻസ് ആക്സിസ് എടുക്കുന്നത് യൂഷ്വലി സിമെട്രിക് അല്ല എങ്കിൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിലൂടെ എക്സ് ഡാഷ് ആക്സിസും ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിലൂടെ വൈ ഡാഷ് ആക്സിസും എടുക്കണം. സോ ഇത് രണ്ടുമാണ് എക്സ് ഡാഷ് വൈ ഡാഷ്, ഇത് രണ്ടുമാണ് റെഫറൻസ് ആക്സിസ്. റെഫറൻസ് ആക്സിസ് എന്ന് വെച്ചാൽ ഈ സെൻട്രോയിഡ് കണ്ടുപിടിക്കണമല്ലോ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുന്ന ആക്സിസ് ആണ് ഈ എക്സ് ഡാഷും വൈ ഡാഷും. അപ്പൊ അങ്ങനെ രണ്ട് റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ ഡമ്മി ആക്സിസ് എടുക്കുന്നു. പിന്നെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഫിഗറിനെ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ 1, 2, 3 എന്നാണ് ഞാൻ കോമ്പണൻസ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ സെമി സർക്കിൾ, സെക്കൻഡ് വൺ റെക്ടാങ്കിൾ, തേർഡ് വൺ ഈ ട്രയാങ്കിൾ. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി A1, A2, A3 എഴുതുന്നു. ഫസ്റ്റ് വൺ സെമി സർക്കിൾ ആണ്, സെമി സർക്കിളിന്റെ ഏരിയ πr²/2 ആണ്. സെക്കൻഡ് വൺ റെക്ടാങ്കിൾ ആണ്, അതിന്റെ ഏരിയ L×B ആണ്. പിന്നെ തേർഡ് വൺ ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിളിന്റെ ഏരിയ ½ ആണ്. സോ അങ്ങനെ 3 ഏരിയ കണ്ടുപിടിച്ചു. ഇനി x1, x2, x3, y1, y2, y3 കണ്ടുപിടിക്കണം. അപ്പൊ ഈ x1 എന്ന് പറഞ്ഞാൽ എന്താ? x1 എന്ന് പറഞ്ഞാൽ ആക്സിസ് y ആക്സിസിൽ നിന്ന് ഫസ്റ്റ് കോമ്പണന്റ് സെൻട്രോയിഡിലേക്കുള്ള ദൂരമാണ്. സോ അതായത് ഇതാണ് ഫസ്റ്റ് കോമ്പണന്റ്. അതിന്റെ സെൻട്രോയിഡ് ഏകദേശം ഇവിടെയാണ് നമുക്കറിയാം. അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കുന്നത് സെമി സർക്കിളിന്റെ സ്ട്രെയിറ്റ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് 4r/3π എന്നാണ് പഠിച്ചിരിക്കുന്നത്. അത് ഈ ചെറിയ ദൂരം 4r/3π ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ആ ദൂരമല്ല, നമുക്ക് വേണ്ടത് y ആക്സിസിൽ നിന്ന് ഈ സെൻട്രോയിഡിലേക്കുള്ള ദൂരമാണ് x1 ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ y ആക്സിസ് ഇവിടെയാണ് എടുക്കുന്നത്, ഈ ദൂരമാണ് നമുക്ക് വേണ്ടത്. ഈ സെൻട്രോയിഡ് ഇവിടെയാണെങ്കിൽ ഈ ദൂരം. സോ ടോട്ടൽ ഇസ് ദ റേഡിയസ് 25. അപ്പൊ 25ൽ നിന്ന് 4r/3π കുറച്ച് കഴിയുമ്പോഴാണ് x1 കിട്ടുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, റേഡിയസ് മൈനസ് 4r/3π. ഓക്കെ, അങ്ങനെയാണ് x1 കിട്ടുന്നത്. അപ്പൊ x2 എങ്ങനെ കിട്ടും? സെക്കൻഡ് കോമ്പണന്റിന്റെ സെൻട്രോയിഡിൽ നിന്ന് y ആക്സിസിലേക്കുള്ള ദൂരമായിരിക്കും. സോ സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ റെക്ടാങ്കിളിന്റെ ബേസ് 100 ആണ്. 100/2 ആയിരിക്കും ഇവിടം വരെയുള്ള ദൂരം. പ്ലസ് 25 കൂടെ ചെയ്താലേ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് x2 എന്ന് പറയുന്നത് 25 പ്ലസ് 100/2 ആണ്. ഇനി x3 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിൽ നിന്ന് y ആക്സിസിലേക്കുള്ള ദൂരമാണ്. സോ 25 പ്ലസ് 50 പ്ലസ് 25. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് സിമെട്രിക് ആണ് ഈ ആക്സിസിന്. സോ അതിന്റെ ഇവിടെ തന്നെ ആയിരിക്കും അതിന്റെ CG വരിക. അപ്പോൾ 25 പ്ലസ് 50 പ്ലസ് 25 ആയിരിക്കും x3. 25 പ്ലസ് 50 പ്ലസ് 25. ഇനി y1, y2, y3 എന്ന് പറഞ്ഞാൽ ഓരോ കോമ്പണന്റ് സെൻട്രോയിഡിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള ദൂരം, താഴേക്കുള്ള ദൂരമാണ്. സോ x1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കുമല്ലോ അതിന്റെ CG, ഇവിടുന്ന് താഴെ വരെയുള്ള ദൂരം. സോ ഇറ്റ് വിൽ ബി 50/2, ദാറ്റ് ഇസ് 25. y1 is 25. ഇനി y2ഉം അത് തന്നെ ആയിരിക്കും, കാരണം ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ കൃത്യം നടുക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഹൈറ്റ് 50 ആയതുകൊണ്ട് അതിന്റെ പകുതി ആയിരിക്കും. y2ഉം 50/2, 25 തന്നെയാണ്. ഇനി y3 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ അതിന്റെ CG. ആ CGയിൽ നിന്ന് താഴേക്കുള്ള ഈ ദൂരം h/3 ആണ്, കാരണം ഇത് സിമെട്രിക് അല്ല. സോ ടോട്ടൽ ഹൈറ്റിന്റെ 1/3 ഈ CG. അപ്പം ടോട്ടൽ ഹൈറ്റ് 50 ആണ്. അപ്പൊ 50/3 ആയിരിക്കും ഈ ചെറിയ ദൂരം. പക്ഷെ നമുക്ക് ഈ ചെറിയ ദൂരം അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് എക്സ് ആക്സിസിൽ നിന്നുള്ള ദൂരമാണ്. സോ 50/3 പ്ലസ് 50, അതായിരിക്കും y3. 50/3 പ്ലസ് 50 കണ്ടോ. ഇതുപോലെ a1, a2, a3, x1, x2, x3, y1, y2, y3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. ഇവിടെ എല്ലാ കോമ്പണൻസും അഡീഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ അങ്ങനെ എക്സ് ബാറിന്റെ വൈ ബാറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനിയാണ് നമ്മൾ ശരിക്കും
മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ടത് ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ ആ ആക്സിസ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ നിന്നുള്ള ദൂരമാണ്. സോ വൈ ആക്സിസ് നമ്മൾ ആദ്യം എടുത്ത വൈ ആക്സിസിൽ നിന്ന് 71.09 ഡിസ്റ്റൻസ് മാറി നമ്മുടെ ശരിക്കുള്ള വൈ ആക്സിസ് മാർക്ക് ചെയ്യാം. അതുപോലെ വൈ ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നുള്ള ദൂരമാണ്. അപ്പൊ ആദ്യം എടുത്ത എക്സ് ആക്സിസിൽ നിന്ന് 32.2 ഡിസ്റ്റൻസ് മാറി ഒറിജിനൽ എക്സ് ആക്സിസും മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ എക്സും വൈയും മാർക്ക് ചെയ്താൽ മതി. സോ ഇതാണ് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് നമ്മൾ ഒറിജിനലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇനി നിങ്ങൾക്ക് ഈ എക്സിനെ ഈ എക്സ് ഡാഷ് വൈ ഡാഷ് ആക്സിന്റെ കാര്യം മറക്കാം. ജസ്റ്റ് ഈ ആക്സിസിനെ മാത്രം നോക്കിയാൽ മതി. ഇനി നമ്മൾ ഓരോ എലമെന്റും എടുത്ത് അതിന് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. സോ ആദ്യത്തെ എലമെന്റ് എടുക്കുവാണ്. അതിനെ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ Ixx1 is equal to Igx1 plus AH². ഇത് പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണ്. സോ ആദ്യമേ കോമ്പണന്റ് എന്താണെന്ന് പോലും നോക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുകയാണ്. ഓക്കെ, ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് Igx1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ ഫിഗർ എന്താണെന്ന് നോക്കും. ഫസ്റ്റ് വൺ ഈസ് എ സെമി സർക്കിൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എക്സ് ആക്സിസ് ആണ്. സോ ഈ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെമി സർക്കിളിന്റെ സ്ട്രെയിറ്റ് സൈഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഐജിയുടെ വാല്യൂ എഴുതേണ്ടത് πd⁴/128 ആണ്. പിന്നെ ഏരിയ നമ്മൾ നേരത്തെ A1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യാം. എച്ച് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അവർ എക്സ് ആക്സിസ് ആൻഡ് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. അപ്പൊ അവർ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്ന ആ ആക്സിസ് ആണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്സിസും സെൻട്രോയിഡ് ഓഫ് ദിസ് കോമ്പണന്റ്, അതായത് ഏകദേശം ഇവിടെ വരുമല്ലോ, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസും തമ്മിലുള്ള ദൂരമാണ് എച്ച് എന്ന് പറയുന്നത് ഈ കേസിൽ. അപ്പൊ അത് നമ്മൾ ഈ എക്സ് ബാറും വൈ ബാറും ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ക്ലൂ ഉണ്ട്. നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. Ixx1 ആവുമ്പം ഈ എച്ച് എന്ന് പറയുന്ന ഈ വാല്യൂ വൈ ബാറിന്റെയും വൈ വണ്ണിന്റെയും ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത് വൈ ബാറിന്റെയും വൈ വണ്ണിന്റെയും ഡിഫറൻസ് ആണ് ഈ എച്ച് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത കോമ്പണന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കോമ്പണന്റ് റെക്ടാംഗിൾ ആണ്. അപ്പൊ അവിടെയും പാരലൽ ആക്സിസിന്റെ ഇക്വേഷൻ എഴുതുന്നു. Ixx2 is equal to Igx2 plus AH². ഇവിടെ IG എഴുതേണ്ടത് റെക്ടാംഗിളിന്റെ ഇക്വേഷൻ ആണ്. റെക്ടാംഗിളിന്റെ ഇക്വേഷൻ BD3/12 ആണ്. അത് നമ്മൾ BD3/12 എന്ന് എഴുതി. ഏരിയ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയും H എന്ന് പറയുന്നത് Ixx2 ആയതുകൊണ്ട് H എന്ന് പറഞ്ഞാൽ വൈ ബാറിന്റെയും വൈ വണ്ണിന്റെയും ഡിഫറൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി അതുപോലെ BD3/12നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം നമ്മളുടെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ആയിരുന്നു. നമ്മളിപ്പോൾ എക്സ് ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന സൈഡ് 100 ആണ്. സോ 100 ഇൻറ്റു മറ്റേ സൈഡിന്റെ ക്യൂബ്, അതായത് 50³/12. അങ്ങനെ വേണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അടുത്ത കോമ്പണന്റ് തേർഡ് കോമ്പണന്റ് റെക്ടാംഗിൾ ആണ്. ഇവിടെയും നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുന്നു. Ixx3 is equal to Igx3 plus AH². IG എടുക്കുമ്പം റെക്ടാംഗിൾ ആണ്, പക്ഷെ നമുക്ക് കണ്ണു അടച്ച് BH³/36 എഴുതാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ റെക്ടാംഗിളിന്റെ കേസിൽ ഒരു ചെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് BH³/36 അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ട്രയാങ്കിളിന് ഒരു സൈഡ് ഉണ്ടെങ്കിലേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭാഗ്യത്തിന് Ixx എടുക്കുമ്പം എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ട്രയാങ്കിളിന് ഈ സൈഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് BH³/36 അപ്ലൈ ചെയ്യാം. സോ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഏരിയ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. H എന്ന് പറഞ്ഞാൽ ഇവിടെയും Ixx3 ആയതുകൊണ്ട് വൈ ബാറിന്റെയും വൈ ത്രീയുടെയും ഡിഫറൻസ് ആയിരിക്കും H എന്ന് പറയുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ബേസ് ഈ പറയുന്ന പോലെ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന ഈ സൈഡ് ആയിരിക്കണം ബേസ് ആയിട്ട് കൊടുക്കുന്നത്. മറ്റേ അതിന്റെ ഹൈറ്റ് H ആയിട്ടും കൊടുക്കണം. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3 കോമ്പണൻസ് ആണ് നമ്മൾ ഈ കേസിൽ എടുത്തത്. സോ അതിന്റെ 3ന്റെയും ആഡ് ചെയ്ത് Ixx കിട്ടുന്നു. ഇനി Iyy ചെയ്യാം. Iy ചെയ്യുമ്പം ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Iyy എടുക്കുന്നു. ഫസ്റ്റ് കോമ്പണന്റിലൊന്നും പ്രശ്നമില്ല. ഫസ്റ്റ് കോമ്പണന്റ് സെമി സർക്കിൾ ആണ്, വൈ ആക്സിസ് ആണ്. അപ്പോൾ ഈ സെമി സർക്കിളിന്റെ സ്ട്രെയിറ്റ് സൈഡിന് പാരലൽ ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ ആക്സിസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് IG വാല്യൂ എടുക്കുമ്പോൾ 0.11r⁴ എടുക്കണം. A വാല്യൂ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. H എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ഇത് Iyy1 ആയതുകൊണ്ട് എക്സ് ബാറിന്റെയും എക്സ് വണ്ണിന്റെയും ഡിഫറൻസ് ആയിരിക്കും
എച്ച് എന്ന് പറയുന്നത്. സ്ക്വയർ ഇടാൻ മറക്കരുത് എല്ലാ കേസിലും. അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. i/2ലും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇത് y ആയതുകൊണ്ട് db³/12 എന്ന് എഴുതി. പക്ഷെ അങ്ങനെ എഴുതിയാലും നമ്മുടെ ആക്സിസ് y ആക്സിസിന് പാരലായിട്ട്, ഇപ്പോഴത്തെ നമ്മുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ y ആ. അപ്പൊ yക്ക് പാരലായിട്ട് വരുന്ന ഈ സൈഡ് വേണം ആദ്യം എഴുതാൻ. അതായത് 50 × 100³ അങ്ങനെ വേണം എഴുതാൻ. 50 × 100³/12. ഏരിയ നേരത്തെ ഉണ്ട്. ഇവിടെ h എന്ന് പറയുന്നത് x ബാറിന്റെയും x2ന്റെയും ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെയാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് വരുന്നത്. ഇവിടെ തേർഡ് കോമ്പണന്റിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ തേർഡ് കോമ്പണന്റ് ട്രയാങ്കിൾ ആണ്. പക്ഷെ നമ്മുടെ ആക്സിസ് y ആക്സിസ് ആണല്ലോ. ഈ y ആക്സിസിന് പാരലൽ ആയിട്ട് ഈ ട്രയാങ്കിളിന് ഒരു സൈഡും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് BHQ/36 അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പുറത്തെ ട്രയാങ്കിൾ 3 എന്നും ഇപ്പുറത്തെ ട്രയാങ്കിൾ 4 എന്നും എടുക്കുന്നു. അപ്പം ഈ കേസിൽ ഇനി i/3 ഉണ്ടാവും, i/4 ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം i/3 ഈ തേർഡ് കോമ്പണന്റിന്റെ ഇക്വേഷൻ എഴുതാം. അതിന്റെ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ തന്നെ. ഇനി ഈ ട്രയാങ്കിൾ, തേർഡ് ട്രയാങ്കിൾ നോക്കുമ്പോൾ ഈ സൈഡ് നമ്മുടെ y ആക്സിന് പാരലൽ ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് BHQ/36 നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ HBQ/36 അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആദ്യം എഴുതേണ്ടത് നമ്മുടെ ആക്സിന് പാരലൽ ആയിട്ട് വരുന്ന ഈ സൈഡാണ്. സോ 50 × 25³/36 എന്ന് വരും അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഏരിയ, ഇതിന്റെ ഏരിയ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ. സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. ഹാഫ് BH വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ H എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസും നമ്മുടെ y ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഞാനിപ്പോ ആദ്യമേ ആ തേർഡ് കോമ്പണന്റ് സെൻട്രോയിഡ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ വരും, കണ്ടോ ഡോട്ട് വന്നത് കണ്ടോ, അവിടെ വരും സെൻട്രോയിഡ്, തേർഡ് കോമ്പണന്റ്. ആ സെൻട്രോയിഡിലൂടെ ഞാൻ ആക്സിസ് വരയ്ക്കാൻ പോവാണ്. ഇതാണ് ആക്സിസ്. അപ്പോ നമുക്കിപ്പോ ഈ കേസിൽ H എന്ന് പറഞ്ഞാൽ നമ്മുടെ y ആക്സിസും ഈ ആക്സിസും തമ്മിലുള്ള ഈ ദൂരമാണ് നമുക്ക് H ആയിട്ട് എടുക്കേണ്ടത് ഈ കേസിൽ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ റെഫറൻസ് ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 71.09 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കും. അതിൽ നിന്ന് ഈ 71.09 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ 25 പ്ലസ് 50 പ്ലസ് 25 വരുമ്പോൾ ഇവിടം വരെയാവും. പിന്നെ ഈ ചെറിയ ദൂരം നമുക്കറിയാം, ഇറ്റ് വിൽ ബി ഈ ട്രയാങ്കിളിന്റെ base/3 ആയിരിക്കും. സോ ഈ ട്രയാങ്കിളിന്റെ ബേസ് പറഞ്ഞാൽ 25 ആണ്. 25/3 ആയിരിക്കും ഈ ചെറിയ ദൂരം. സോ ഈ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 25/3 പ്ലസ് 25 പ്ലസ് 50 പ്ലസ് 25 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഈ 71.09 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് H വാല്യൂ കിട്ടും. അങ്ങനെ അതിന്റെ സ്ക്വയർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ അടുത്ത കോമ്പണന്റ് നമ്പർ 4 എടുക്കുമ്പോൾ സെൻട്രോയിഡ് ഏകദേശം ഇവിടെ വരും. സോ സെൻട്രോയിഡൽ ആക്സിസ് ഇവിടെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ സെൻട്രോയിഡ് ഏകദേശം ഇവിടെ വരും. സെൻട്രോയിഡൽ ആക്സിസ് വരച്ചാൽ ഒരു സെക്കൻഡ്, സെൻട്രോയിഡ് ഇവിടെയാണ്. സെൻട്രോയിഡൽ ആക്സിസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇവിടെ വരും. സോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് 71 ഡിഡക്ട് ചെയ്യാണ് 4ന് ചെയ്യാൻ പോകുന്നത്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 50 പ്ലസ് 25 മൈനസ് 25/3 ആണ് ചെയ്യുന്നത്. കാരണം ഈ ചെറിയ ദൂരം 25/3 ആണ്. ഇവിടുന്ന് ഇവിടം വരെ 25 പ്ലസ് 50 പ്ലസ് 25 ആണ്. അതിൽ നിന്ന് ഈ 25/3 കുറച്ചു. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. അതിൽ നിന്ന് 71.09 കുറച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് H വാല്യൂ കിട്ടിയത്. H എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് ആ കോമ്പണന്റ് സെൻട്രോയിഡിലൂടെ വരയ്ക്കുന്ന ആക്സിസും നമ്മുടെ ആക്സിസും തമ്മിലുള്ള ദൂരമാണ് H എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ 4th വൺ എടുക്കുമ്പോൾ H വാല്യൂ എന്ന് പറയുന്നാൽ ഏതാണ്? ഇതാണ് H വാല്യൂ. 4th വണ്ണിന്റെ കേസിൽ വരുന്ന H വാല്യൂ ഇതാണ്. നമ്മുടെ ആക്സിസും ഈ 4th വണ്ണിന്റെ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ദൂരം. ഓക്കെ, സോ അങ്ങനെ i/4 കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെയാണ് ആക്സിസ് തന്നിട്ടില്ല, സെൻട്രോയിഡൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള
മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം എക്സ് ബാർ വൈ ബാർ കണ്ടുപിടിക്കുക, എന്നിട്ട് പാരലൽ ആക്സിസ് തിയറം ഓരോ കോമ്പണി യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിറ്റർമിൻ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സെയിം ഫിഗർ തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് determine the moment of inertia of the shaded region about the given axis എന്നാണ്. ആൻഡ് ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. ക്വസ്റ്റ്യൻ ഫിഗറിൽ നമുക്ക് കാണാം എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവർ ഓൾറെഡി. ഓക്കെ, സോ അവർ മാർക്ക് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെയും ഇവിടെയാണ് എക്സും വൈയും മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ വൈ ബാർ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഡയറക്ട്ലി നിങ്ങൾക്ക് കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4. ഇവിടെ ഡയറക്ട്ലി ഞാൻ 3ഉം 4ഉം ഇപ്പൊ തന്നെ സ്പ്ലിറ്റ് ചെയ്യാണ്. കാരണം ഈ വൈ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പം ഈ വൈക്ക് പാരലൽ ആയിട്ട് സൈഡ് ഇല്ല ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 3നും 4നും പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഡയറക്ട്ലി പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതി തുടങ്ങുവാണ്. IXX1 ഫസ്റ്റ് വണ്ണിന്റെ ഇക്വേഷൻ എഴുതി. ഇവിടെ സെമി സർക്കിൾ ആണ്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമി സർക്കിളിന്റെ സ്ട്രെയിറ്റ് ലൈനിന് സ്ട്രെയിറ്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എക്സ് ആക്സിസ് ഇരിക്കുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല πd⁴/128 ആണ്. ഏരിയ നമുക്കറിയാം πr²/2 ആണ് സെമി സർക്കിളിന്റെ ഏരിയ. അതുപോലെ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസും ഇതിന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസും തമ്മിലുള്ള ദൂരം. അപ്പൊ സെൻട്രോയിഡ് ഇവിടെ നടുക്കാണല്ലോ, ഇവിടെ 4r/3π ഫ്രം ദ സ്ട്രെയിറ്റ് സൈഡ്. അപ്പം ഇവിടെയാണ് സെൻട്രോയിഡൽ ആക്സിസ് വരുന്നത്. ഇത് തമ്മിലുള്ള ഈ ദൂരം 50/2 25 വരും. അതുകൊണ്ടാണ് എച്ച് ഇവിടെ 25 എഴുതിയത്. ഓക്കെ, ഇനി അതുപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് കോമ്പണന്റ് റെക്ടാങ്കിൾ ആണ്, അവിടെയും പ്രശ്നമൊന്നുമില്ല. സെൻട്രോയിഡ് നടുക്കാണ്, സെൻട്രോയിഡൽ ആക്സിസ് ഇങ്ങനെ പോകും. സോ ഈ സെൻട്രോയിഡൽ ആക്സിസും എക്സ് ആക്സിസും തമ്മിലുള്ള ദൂരം അതും 50/2 25 ആണ് എച്ച് എടുത്തിരിക്കുന്നത്. ഇക്വേഷൻ BD³/12, അതിലൊന്നും പ്രശ്നമില്ല. ഇവിടെ ഓർത്തിരിക്കേണ്ടത് BD³/12 അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കേണ്ട സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന സൈഡാണ്. സോ ഇവിടെ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരുന്നത് 100 ആണ്. ഈ 100 ആണ്. സോ 100 × 50³/12 എന്ന് വന്നു. ഇനി അടുത്തത് തേർഡ് കോമ്പണന്റ് എടുക്കുന്നു. അവിടെയും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം എക്സ് ആക്സിന് പാരലൽ ആയിട്ട് സൈഡ് ഉണ്ട്. BH³/36 അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ എനിക്ക് പറയാനുള്ളത് എച്ചിന്റെ വാല്യൂവിനെ കുറിച്ചാണ്. നമ്മുടെ ആക്സിസും ഈ തേർഡ് കോമ്പണന്റിന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസും തമ്മിലുള്ള ദൂരമാണ് എച്ച്. ആക്സിസ് ഞാൻ വരയ്ക്കുന്നില്ല, പക്ഷെ പോയിന്റർ വെച്ച് കാണിച്ചു തരാം. ആക്സിസ് ഇതാണ് ആക്സിസ്. നമ്മുടെ ആ താഴെ വരച്ചിരിക്കുന്ന എക്സ് ആക്സിസും ഈ ആക്സിസും തമ്മിലുള്ള ദൂരമാണ് എച്ച് ആയിട്ട് എടുക്കുന്നത്. സോ അത് എന്ത് വരും? 50 + 50/3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ട്രയാങ്കിൾ ആയതുകൊണ്ട് 50/3 ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, അതുപോലെ ഫോർത്ത് കേസിലും ആ എച്ച് ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഇവിടെയാണ് അതിന്റെ സെൻട്രോയിഡ് വരുന്നത്. ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ ഈ ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള ദൂരം അത് 50 + 50/3 തന്നെയാണ്. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം IXX വാല്യൂ കിട്ടും. ഇനി അടുത്തത് വൈനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് കോമ്പണന്റ് സെമി സർക്കിൾ ആണ്. ആക്സിസ് വൈ ആക്സിസ് ആണ്. അപ്പൊ വൈ ആക്സിന് പാരലൽ ആയിട്ടാണ് ഈ സെമി സർക്കിളിന്റെ സ്ട്രെയിറ്റ് സൈഡ് വരുന്നത്. അതുകൊണ്ട് IG വാല്യൂ 0.11r⁴ എടുക്കാം. എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈ ആക്സിസും ഈ കോമ്പണന്റ് സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസും തമ്മിലുള്ള ദൂരമാണ്. സോ ആ പാസ് ചെയ്യുന്ന ആക്സിസ് ഇതാണ്. അത് തമ്മിലുള്ള ഈ ദൂരം എന്ന് പറയുന്നത് 25 - 4r/3π ആണ്. കാരണം സ്ട്രെയിറ്റ് സൈഡിൽ നിന്ന് CG വരെയുള്ള ചെറിയ ദൂരമാണ് 24r/3π. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ദൂരമാണ്. സോ ഇറ്റ് വിൽ ബി ദ റേഡിയസ് 25 - 4r/3π. ഓക്കെ, സ്ട്രെയിറ്റ് സൈഡിൽ നിന്ന് CG വരെയുള്ള ദൂരമാണ് 4r/3π. പക്ഷെ നമുക്ക് ആ ദൂരം അല്ല വേണ്ടത്. നമുക്ക് CGയിൽ നിന്ന് y ആക്സിസിലേക്കുള്ള ദൂരമാണ് ഇവിടെ h ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ അതുകൊണ്ട് 25 - 4r/3π ആണ് h എഴുതിയിരിക്കുന്നത്. അടുത്തത് സെക്കൻഡ് കോമ്പണന്റിലും അതുപോലെ തന്നെ CGയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൽ നിന്ന് y ആക്സിസിലേക്കുള്ള ദൂരമാണ് h ആയിട്ട് എഴുതേണ്ടത്. അതിൽ 25 + 100/2 ആണ് എഴുതിയിരിക്കുന്ന h. പിന്നെ തേർഡും ഫോർത്തും അതുപോലെ തന്നെ എഴുതുക. ഇവിടെ എഴുതിയിരിക്കുന്നത് തേർഡ് വൺ കൺസിഡർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രോയിഡ് ഇതാ ഇവിടെയാണ്. അപ്പൊ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ ലൈനിൽ നിന്ന് y ആക്സിസിലേക്കുള്ള ദൂരം, സോ ഇവിടുന്ന് ഇവിടെ വരെ 25
പ്ലസ് 50 പ്ലസ് 25 പ്ലസ് 25/3. ഇവിടെ ഈ ചെറിയ ദൂരം വരുന്നത് 25/3 ഉള്ളൂ. അതിന്റെ സ്ക്വയർ, അതാണ് h. അതുപോലെ ഫോർത്ത് കോമ്പണന്റ് എടുക്കുമ്പോൾ ഇവിടെ ഈ ചെറിയ ദൂരമാണ് 25/3, ഈ ചെറിയ ദൂരം. സോ നമുക്ക് 25 പ്ലസ് 50 പ്ലസ് 25 മൈനസ് 25/3. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ y ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്, h വാല്യൂ. ഓക്കെ, അങ്ങനെ എല്ലാ i/y കണ്ടുപിടിച്ച് അതും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ i/y കിട്ടും. സോ ഇങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്രോബ്ലംസ് വന്നാൽ ചെയ്യുന്നത്. ആക്സിസ് എങ്ങനെയാണോ തരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ആണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.